വൈബ്രന്റ് റെഡ് ആണ്, ഫുൾ വൈബ്രന്റ് ആയിരിക്കാനാണ് എനിക്കിഷ്ടം. ഹലോ, അപ്പോൾ ഇന്ന് നിങ്ങൾ നമ്മുടെ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഹെയർ കളറിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് വൈബ്രന്റ് റെഡ് ആണ്, ഫുൾ വൈബ്രന്റ് ആയിരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഇന്നത്തെ ഈ ഒരു കളറ് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് ഒരുമിച്ച് കാണാം. കാരണം ഇതാട്ടോ റെഡ്. ഞാനിപ്പം ഹോസ്പിറ്റലിൽ, നിങ്ങൾക്ക് അറിയാലോ, ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊരു പ്രശ്നമാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ മാസം എനിക്ക് വീട്ടിൽ പോകണം, അപ്പൊ തല്ല് കിട്ടുമെന്നും എനിക്ക് അറിയത്തില്ല. നമ്മൾ ഈ ഒരു ഹെയർ കളർ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കളർ ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത കളറാണെങ്കിൽ ഞാനത് മാറ്റി ബ്ലാക്ക് ആക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇതുവരെ ഫ്രിസി ആയിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടോ ഒന്നും മുടി തോന്നിയിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെയിം ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ചായി ഹെയർ കളർ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കളേഴ്സ് നോക്കി, എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ഒന്ന്, കാരണം നമുക്ക് ഞാനിപ്പം ഈ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. എനിക്കൊരു കല്യാണ പാർട്ടി ഉണ്ട്, അലമ്പാകുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാട്ടെ എന്തായാലും. പിന്നെ അതുപോലെ തന്നെ ഈ ഹെയർ കളറൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ല എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ ഈ ഒരു ഹെയർ കളറിനെ പറ്റി പറയട്ടെ. ഇതിന്റെ റേറ്റ് വരുന്നത് 185 rupees ആണ്. ഈ ഒരു ഹെയർ കളറും നമ്മൾ പാർലർ ചെയ്യുന്ന ഹെയർ കളറും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, അത് കുറച്ചുകൂടെ ലാസ്റ്റിംഗ് ആയിരിക്കും. ഇതും അത്യാവശ്യം നല്ലോണം തന്നെ ലാസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഇതാകുമ്പോൾ നമുക്കൊരു 200 രൂപയ്ക്കുള്ളിൽ കാര്യവും നടക്കും, നമ്മുടെ ആഗ്രഹവും നടക്കും. പിന്നെ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്തു തരുന്നതാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ അതിനുണ്ടാകും. പിന്നെ രണ്ടും കെമിക്കൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, രണ്ട് കെമിക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടീനെ എഫക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഹെയർ കളറിങ് പെട്ടെന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ്, പൈസ ഇല്ലാത്തവരാണ്, പൈസ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പറഞ്ഞ് മേടിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ആഗ്രഹം മാറ്റും. പക്ഷെ ഒരു തവണ കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കളർ നിങ്ങളുടെ മുടിയെന്ന് പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ബ്ലാക്ക് ഹെയർ കളർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ മുടി വളർന്ന് വരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും കേട്ടോ. അപ്പൊ അത് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെയൊന്നും പോകത്തില്ല. അതിങ്ങനെ ഒരു തരം അതിന്റെ കളറ് നമ്മൾ വാഷ് ചെയ്യുന്നതനുസരിച്ച് കളർ കുറഞ്ഞുകൊണ്ട് കളർ കൂടി വരും ഫസ്റ്റ് തന്നെ. എന്നിട്ടാണ് അപ്പൊ നമ്മൾ ഹെയർ വളരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പാർലറിൽ പോയിട്ട് നമ്മുടെ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാലും, നമ്മൾ ഇതേപോലത്തെ പാക്കറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മൾ എന്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ കൂടെയും നമ്മുടെ ഹെയർ വാഷിന്റെ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ് ആപ്ലിക്കേറ്റേഴ്സിന്റെ ഒക്കെ, ആപ്ലിക്കേറ്റർ മീൻസ് ഞാൻ ഹീറ്റ് ടൂൾസ് ആണ് ഉപയോഗിച്ചത്, അതിന്റെ ഒക്കെ ഫ്രീക്വൻസി പോലെ ഇരിക്കും അതിന്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്രണ്ടിൽ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന കുറച്ച് ഹെയർസ് ഇല്ലേ, അപ്പൊ അത് ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡ്സ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ ഹെയർ കളർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി അറിയത്തില്ല എങ്ങനെ ആകുന്ന അറിഞ്ഞൂടാ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു തവണ ഞാൻ ഹെയർ കളർ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ കളർ ചെയ്യുന്ന വെച്ചു, പക്ഷെ എനിക്ക് ഇതെല്ലാം തികഞ്ഞില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് ഇടുന്ന സമയത്ത് ഒരു ഗ്ലൗ ഇടാൻ മസ്റ്റായിട്ട് നിർദ്ദിക്കുക. പണ്ട് നമ്മൾ ഈ സ്റ്റേക്സിന്റെ ഹെയർ ഇത് മേടിക്കുന്ന സമയത്ത് ഇവർ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ബൗളൊക്കെ തരുമായിരുന്നു കേട്ടോ. ഇപ്പൊ ബൗളൊന്നും ഇല്ല. ചിലപ്പോ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഗ്ലൗ ഉണ്ട് കേട്ടോ, ഒരു ഗ്ലൗ ഉണ്ട്. ദെൻ ഇതിന് 2 സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അതിൽ നമുക്ക് ഇത് ഫസ്റ്റ് 1 ആണ്. ഇതിനകത്ത് ഒരു ബ്ലോണ്ടറും അതുപോലെ ഡെവലപ്പറും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടും വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല വെൽ ആയിട്ടുള്ള റെഡ് ആകും. ഈ ഒരെണ്ണം മാത്രമാണെങ്കിൽ ചെറിയ ഷെയ്ഡ് വരത്തുള്ളൂ. അപ്പൊ ഇത് 2 സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ എന്തായാലും ക്യാഷ് കൊടുത്ത് മേടിച്ചതിന്റെ തലയിൽ കാണണമല്ലോ. അപ്പൊ നമുക്ക് ഇത് രണ്ടും ചെയ്യാം. പക്ഷെ ഇടുന്ന സമയത്ത് എപ്പോഴും മോശമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സിൽ ശ്രദ്ധിക്കുക. ഇനി ഡ്രസ്സെ കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ നല്ല പാടാണ് കേട്ടോ. അപ്പോ നമുക്ക് ഇത് ആദ്യം മിക്സ് ചെയ്യാം. അപ്പൊ മിക്സ് ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് എന്നാലും നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന സ്ട്രീക്സിൻ്റെ ഹെയർ കളറാണ്, വൈബ്രൻറ്റ് റെഡ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് കാണാം. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ആ ഒരു ബോക്സിൻ്റെ പുറകിലുണ്ട്, അത് വായിച്ച് നോക്കുക ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. അതിൽ വരുന്നത് ഒരു കളറിൻ്റെ സാഷറ്റും അതുപോലെ തന്നെ ഒരു ഡെവലപ്പറിൻ്റെ സാഷയാണ് വരുന്നത്. ദെൻ നമുക്കൊരു ബ്ലോണ്ടർ പൗഡറും അതുപോലെ തന്നെ ഡെവലപ്പറും കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ബ്രഷാണ്. ദെൻ അതൊന്ന് മിക്സ് ചെയ്യാനുള്ള ഒരു സ്പൂണല്ല, അങ്ങനത്തെ ഒരു സാധനം. ദെൻ നമുക്കൊരു ഗ്ലൗ വരുന്നുണ്ട്. നമ്മൾ ഗ്ലൗ യൂസ് ചെയ്യില്ലേ, കയ്യിലൊക്കെ കളറാകാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു മാനുവലാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളത് വായിച്ച് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് വായിച്ച് നോക്കുക, അല്ലാത്തവർക്കും വായിച്ച് നോക്കാവുന്നതാണ്. അതിനകത്ത് അവർ കളർ
കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. ഈ ബൗൾ നിങ്ങൾ വൃത്തിയില്ലാത്തതാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഹെന്ന ചെയ്യുന്ന ബൗളാണ്, അതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു കളർ. കുറേ കാലമായി യൂസ് ചെയ്യുന്നതാണ്. നല്ല വൃത്തിക്ക് തന്നെ ഞാൻ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്ത ബൗളാണത്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലോണ്ടർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഡെവലപ്പറും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ എടുക്കുന്ന ഈ മിക്സ് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ നല്ലോണം തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ടാണ്. അതായത് ഓയിലോ ഡസ്റ്റോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോഴും ശ്രദ്ധിക്കാൻ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത് മിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ തലയിൽ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റാൻഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, വാഷ് ചെയ്യുക കേട്ടോ. അപ്പൊ ഹെയർ കളർ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ഷീറ്റ് എടുത്ത് ഇതേപോലെ ഒന്ന് മറച്ചോളുക. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിടുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ ആ ഡ്രസ്സ് അലമ്പാകും. അപ്പോ ഞാനിപ്പം മിഡിൽ പോർഷൻ ആണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. എനിക്കിതാണിപ്പം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ സ്റ്റൈലിൽ എപ്പോഴും മിഡിൽ ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പൊ ഇത് നല്ലോണം ഒന്ന് വരച്ചെടുക്കാം നമുക്ക് ആദ്യം. എന്നിട്ട് നമുക്ക് എത്ര സ്റ്റാൻഡ്സ് വേണം. എന്റെ അടുത്ത് അലുമിനിയം ഫോയിൽ ഇല്ല, അതൊരു പ്രശ്നമാകും തോന്നുന്നില്ല, നോക്കാം. ഏകദേശം നമ്മൾ സെന്റർ പോർഷൻ എടുത്തു. ഇനി എനിക്കിത് നമുക്ക് എത്ര ഭാഗം എടുക്കണം എന്ന് നോക്കാം. അപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേക്കിലെ മുടി ടൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണോ ചെയ്യേണ്ടത് അത് മാത്രമായിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 ഇതിന്റെ അകത്ത് ആ ഒരു കറ നോക്കണ്ട കേട്ടോ. ഞാൻ ഇതിനകത്താണ് നമ്മൾ ഹെന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അപ്പൊ ആദ്യം നമുക്കൊരു ഗ്ലവ് ഇട്ട് കൊടുക്കാം. ഈ ഗ്ലവ് ഇവർക്ക് കറക്റ്റ് സൈസിൽ വെച്ചുകൂടെ അല്ലേ? എന്തൊരു വലിയ ഗ്ലവ്. ഞാനപ്പം എന്താ ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് ഹെയർ കളർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വളരെ സൂക്ഷിച്ച് ചെയ്യാനില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ കൂടി ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഈ ഗ്ലവ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇതാണ് നമുക്കതിന്റെ ഒരു ഉപയോഗിക്കുന്നുള്ള ബ്രഷ്. അപ്പൊ ഞാൻ ഹെയർ കളർ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഇത്രയും ഭാഗം കളർ ചെയ്യാം. ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കളറിങ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇതൊരുമാതിരി അതിനകത്ത് ഒരു പൗഡർ ഉണ്ടായിരുന്നില്ല, അതൊരുമാതിരി ഉപ്പുകല്ല് പോലെയാണ് ഇരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്റെ ഡ്രസ്സിലായോ അത് പൊരട്ടം തലയിൽ ആക്കാൻ വേണ്ടി ഭയങ്കര പാട് കിട്ടും. ഞാൻ 10 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് അത്തവത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒരു 30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് കഴുകി കളയാം. എനിക്ക് ഒട്ടും അറിയത്തില്ല ഇത് എത്രമാത്രം ആകും കേട്ടോ. അത്രയും ചാണപ്രിയ ആയിരുന്നു ഈ പ്രാവശ്യം. എനിക്കറിയില്ല ഇത് ഞാൻ എങ്ങനെ തല പൊട്ടിന്ന് എനിക്കെന്നെ അറിയത്തില്ല കേട്ടോ. മൊത്തത്തിലൊരു കുളവായ ലക്ഷണം കാണുന്നുണ്ട്. ഒരു കറുത്ത ഹെയർ കളറും കൂടെ മിക്കവാറും മേടിക്കേണ്ടി വരും. നമുക്ക് നോക്കാം എന്താകോ എന്തരോ. എന്തായാലും ഇത് എന്തായാലും പാളാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് നോക്ക്, ഇത് ഫുൾ പൗഡർ ഉണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കണത്. എന്താവോ എന്തോ അറിയില്ല. പിന്നെ വേറെ കാര്യം സംഭവിച്ചത്, ഞാൻ ഇവിടെ അതിങ്ങനെ പറ്റി പിടിക്കാത്തത് കണ്ടപ്പോ ഈ ഭാഗത്ത് നല്ലോണം എടുത്ത് തേച്ചപ്പോ ഈ സൈഡിൽ അങ്ങനെ തികഞ്ഞില്ല. നമുക്ക് നോക്കാം എങ്ങനെയാകും എന്താകുന്നു. പിന്നെ നിങ്ങൾ കണ്ണി പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഒന്ന് മിണ്ടാണ്ട് അനങ്ങാണ്ട് കുറച്ച് നേരം ഇരിക്കുന്നതാണ് നല്ലത്. നമുക്കൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് കാണാവേ. അങ്ങനെ നമ്മുടെ ഹെയർ കളറിംഗ് ഒക്കെ കഴിഞ്ഞ് ഹെയർ കളറിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ മുടി ഇതേപോലെ ഒന്ന് ബ്ലീച്ച് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ആയിട്ടുണ്ടായത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കുറച്ച് വലിയ ടൈപ്പ് ഒരു പൗഡർ ഫൈൻ ആയിട്ടുള്ള പൗഡർ ആയിരുന്നില്ല, കുറച്ചുകൂടെ കട്ടിയുള്ള ടൈപ്പ് ഓഫ് ഉപ്പുകല്ലില്ലേ, കല്ലുപ്പുകല്ല്, അതുപോലെ ആയിരുന്നിരുന്നു. അതുകൊണ്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ മുടിയിലാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഇതാകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് കളറൻറ്റ്
പൗഡറും അതുപോലെ തന്നെ ഡെവലപ്പറാണ്. അതൊരു സാക്ഷിയായിട്ടാണ് വരുന്നത്, പൗഡർ ഫോമിലല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ വേണം എടുക്കാൻ. ഇതിൻ്റെ കളർ കണ്ട് ഞാനൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു, അത്രയ്ക്കും ബ്രൈറ്റ് ആയിട്ടുള്ള റെഡായിരുന്നു കേട്ടോ. അതിനുശേഷം ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 30 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ തല കഴുകുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ 2 കണ്ടീഷണർ വരുന്നുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് തലമുടി കഴുകാം കേട്ടോ. നല്ലോണം ക്ലിയർ ആകുന്നവർ, അതായത് നമ്മൾ കഴുകുന്നതനുസരിച്ച് ആ ഒരു കളർ ഇളകി പോകും. അപ്പോൾ ആ കളർ നല്ലോണം ക്ലിയർ ആയിട്ട് വരുന്നത് വരെ കഴുകുക, തലമുടി നല്ലോണം തന്നെ കഴുകുക. ആദ്യം ഷാമ്പൂ ഇട്ട് പിന്നെ കണ്ടീഷണർ ഇട്ട് വേണം കഴുകാൻ. എന്നിട്ട് 2 to 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത്, അതായത് കണ്ടീഷണർ ഇട്ട് 2 to 3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം കഴുകി കളയാൻ വേണ്ടിയിട്ട്. ഇത് കഴുകി മിക്സ് ചെയ്ത കളർ കണ്ട് ഞാനൊന്ന് ഞെട്ടി, നിങ്ങളും കൂടെ ഒന്ന് ഞെട്ടിക്കോളൂ കേട്ടോ, അത്ര നല്ല കളറായിരുന്നു. ഈ ഒരു ഹെയർ കളർ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യാൻ എനിക്ക് അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം നല്ല ഡാർക്ക് കളർ ആകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ബ്ലീച്ച് ചെയ്ത ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽഡ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഭാഗത്തും കളർ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ ചില റിസ്ക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയായിരിക്കും, നമുക്ക് മാച്ച് ആവുമല്ലോ എന്നുള്ളത്. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അപ്ലൈ ചെയ്തതിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനൊന്ന് കഴുകി ഉണക്കി വന്നതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ചധികം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്തപ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. എനിക്ക് ആദ്യം ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിരുന്നാലും പിന്നത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത്രയും ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാനുണ്ടല്ലോ തൽക്കാലം ഗ്ലൗവിന്റെ കവർ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇത് നമുക്ക് അധികം നേരം ഹോൾഡ് ചെയ്ത് വെക്കേ വേണ്ട, കാരണം നല്ല ബ്രൈറ്റ് റെഡ് ആണ്. അപ്പൊ അത് എന്റെ കയ്യെ കൂടി ഒക്കെ ജസ്റ്റ് ഒരു കളർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഓക്കെ, ഇതൊരു 50 മിനിറ്റ് വെച്ചാൽ മതി, മാക്സിമം 30 മിനിറ്റ്സ് ആണ് വെക്കാൻ പറയുന്നത്. പക്ഷെ വെക്കാൻ കേട്ടോ, ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് കളർ ആയില്ലെങ്കിൽ മാത്രം വീണ്ടും റീഅപ്ലൈ ചെയ്യാം. അപ്പൊ സമയം 10:30 നമുക്കൊരു 10:40, 45 ഒക്കെ ആകുമ്പോഴത്തേനും ഇത് റിമൂവ് ചെയ്ത് കളയാം. എനിക്ക് ഭയങ്കര റെഡ് ആകാനാണ് എനിക്ക് തോന്നുന്നത് ചാൻസ്. നോക്കാം, നമുക്ക് എന്താവും നോക്കാം. നേരത്തെ തന്നെ കഴുകിക്കളയണം, കാരണം ഇത് ഭയങ്കര കളറാണ്. അപ്പൊ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഏകദേശം 50 മിനിറ്റ് ആയിരുന്നു, നമുക്ക് വേഗം ഇത് കഴുകി കളഞ്ഞിട്ട് വരാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കളർ പിടിച്ചിട്ടുണ്ട്, കഴുകിട്ട് തരാം കേട്ടോ. അങ്ങനെ ഹെയർ കളർ ചെയ്തത് ഇതാണ് കേട്ടോ. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടില്ല, കാരണം ഞാൻ ഇട്ട കളർ അങ്ങോട്ട് പ്രോപ്പർ ആയിട്ട് വന്നില്ല ഗൈസ്. അപ്പോ ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് ഇരിക്കണത്, ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് ഇരിക്കണത്. ഞാൻ ഇട്ടതിന്റെ കുഴപ്പമാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു സൈഡിലോട്ട് നല്ലോണം റെഡായി, അടിഭാഗത്തോട്ട് അങ്ങനെ റെഡ് ആയില്ല കേട്ടോ. അതൊരു വലിയ മിസ്റ്റേക്ക് ആയി. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഇവിടെ ഒക്കെ നല്ല കളറുണ്ട്, പക്ഷെ ഇങ്ങോട്ടേക്ക് കളറില്ല. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുടെ ബാക്കിയുണ്ട്, അത് ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു ഹെയർ കളറിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം, ഹെയർ കളർ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. എനിക്ക് അത്രമാത്രം തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം ഫസ്റ്റത്തെ ആ ഒരു ബ്ലീച്ച്, ഇത് നല്ലോണം ബ്ലീച്ച് ആയ ഭാഗമാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു കളറിൽ ഇരിക്കുന്നത്. ബ്ലീച്ച് ആകാത്ത ഭാഗം അത് അധികം അങ്ങനെ കളറായില്ല, അതാണ് സംഭവിച്ചത്. അപ്പോൾ എന്റെ ആ ബ്ലീച്ചിന്റെ പൊടി ഞാൻ പറഞ്ഞില്ല, അത് കറക്റ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ആകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിത് അത്രമാത്രം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. എനിക്ക് നാച്ചുറൽ ഹെയർ തന്നെയായിരുന്നു ബെറ്റർ എന്ന് തോന്നുന്നു. സോ നമ്മുടെ ഹെയർ കളറിംഗ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ കുറച്ച് തോന്നിയ ദിവസമായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. വെൽക്കം, ടാറ്റാ. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഈ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോക്കറി കാണിക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നും മറ്റുള്ളവർ എന്നെ ചീത്ത വിളിക്കുമോ എന്നൊരു സംശയം എനിക്കില്ലാകില്ല. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ വീണ്ടും അടുത്ത ഹെയർ കളറൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹെയർ കളർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള സത്യസന്ധമായിട്ട് തന്നെ നിങ്ങൾ മറുപടി തന്നോളൂ കേട്ടോ. എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പം ബൈ ബൈ.